ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി അപ്ഡേറ്റ്സ്. നമ്മൾ അപ്ഡേറ്റിൽ പറയാൻ വേണ്ടി പോകുന്ന ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന റിലീസ് ചെയ്യാൻ പോകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും റിലീസ് ഡേറ്റ് മാറ്റുകയോ ഇല്ലയോ എന്നുള്ള കൺഫേം ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ബാ എന്ന് പറയുന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ്റെ പുതിയ ലുക്കൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം വില്ലനാണോ അല്ലയോ എന്താണ് പടത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ SS രാജമൗലി, പൃഥ്വിരാജ് സുകുമാരൻ, മഹേഷ് ബാബു കൂട്ടിൽ വരുന്ന ചെറിയ ഷൂട്ടിങ്ങൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീട്ടിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ കാന്ത എന്ന് പറയുന്ന ചിത്രത്തിൽ ആരാണ് നായിക എന്നും കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അധികം സമയം കളയാതെ തന്നെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആകും. ഒന്നാമത്തെ അപ്ഡേറ്റ് ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന ചിത്രമാണ്. നെയ്സ്ലിൻ എന്ന് പറയുന്ന നടനെ പ്രധാന കഥാപാത്രമായി വരുന്ന ഒരു ബോക്സിംഗ് പടമാണ് ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന ചിത്രം. ആക്ഷനുമായി ഇപ്പോൾ തന്നെ ഒരു പ്രണയത്തിനൊക്കെ പ്രാധാന്യം നൽകുന്ന ചിത്രമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പിള്ളേരൊരു ആക്ഷൻ പടം. ഇതിന് മുമ്പായിട്ട് ദാബിദ് എന്ന് പറയുന്ന പടമായിരുന്നു വന്നിരുന്നത്. അതിനുശേഷം ആലപ്പുഴ ജിങ്കാനയാണ് വരുന്നത്. ഖാലിദ് റഹ്മാനാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, തല്ലുമാല എന്ന് പറയുന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം അദ്ദേഹം വീണ്ടും വരാൻ വേണ്ടി പോകുന്ന ഒരു പ്രത്യേകത ഉണ്ട്. ഒരുപാട് നാൾ കാത്തിരിച്ച ശേഷം വരുന്ന വലിയൊരു ആക്ഷൻ പടം. ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്ന നെസ്ലിൻ എന്ന് പറയുന്ന നടൻ്റെ കരിയിലെ തന്നെ ഒരു രണ്ടാമത്തെ 100 CR കയറാൻ ചാൻസ് ഉള്ള പടം എന്നും ഒരുപാട് പേർ സ്വപ്നം കാണുന്ന ഇത്രവന്ന പ്രത്യേകതയും ആലപ്പുഴ ജിങ്കാനയ്ക്കുണ്ട്. അപ്പോൾ ആലപ്പുഴ ജിങ്കാന ഏപ്രിൽ 10-നായിരുന്നു റിലീസ് ഡേറ്റ് കൺഫേം ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ അവർ മെയിലോട്ട് മാറ്റിയെന്നും കേൾക്കപ്പെടുന്നുണ്ട്. ഏകദേശം ഒഫീഷ്യൽ കൺഫർമേഷൻ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഏപ്രിൽ ഇനിയും ഒരു മാസം ബാക്കി നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ആലപ്പുഴ ജിങ്കാന മെയിലായിട്ട് മാറ്റാൻ ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. കാരണം ഏപ്രിലിൽ ഒരുപാട് ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം തന്നെ ഒരു ക്ലാഷ് റിലീസിന് തിയേറ്റേഴ്സ് കിട്ടാനും വളരെ പാടുള്ള കാര്യമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആലപ്പുഴ ജിങ്കാന മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത്. എങ്കിലും ഇന്ന് വരയ്ക്കും ഏപ്രിൽ 10 എന്ന ഒരു ഡേറ്റാണ് കൊടുത്തിരിക്കുക. അപ്പോൾ ആരൊക്കെയാണ് ആലപ്പുഴ ജിങ്കാനയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ബോക്സിനപ്പുറത്തൊരു പ്രണയത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് എന്നൊക്കെ ഒരു പോസ്റ്ററൊക്കെ മുമ്പ് വാലന്റൈൻസൊക്കെ ആയിട്ട് ഒരു പോസ്റ്ററൊക്കെ ഇറങ്ങിയിരുന്നു. അത്യാവശ്യം നല്ല കൊള്ളാൻ പറ്റുന്ന ആ പോസ്റ്ററൊക്കെ കണ്ടിട്ട് ഒരു പക്ഷേ പെങ്ങന്മാരായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. എന്താണെന്നൊക്കെ പടം കണ്ടാൽ മാത്രമാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അതിലൊരു ടീസർ പോലും ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഉടൻ തന്നെ ടീസർ റിലീസ് ചെയ്യുന്നൊക്കെയാണ് പ്ലാൻ കേൾക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന ചിത്രമാണ്. സഞ്ജയ് ശങ്കറാണ് ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ഫാൻറ്റസി ആക്ഷൻ പടം എന്ന് കേൾക്കപ്പെടുന്നുണ്ട്. വിനീത് ശ്രീനിവാസൻ, ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ, ലാലാട്ടൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി വരാൻ വേണ്ടി പോകുന്നത്. ബാബയെ കുറിച്ച് പറയുമ്പോൾ വിനീത് ശ്രീനിവാസനെ ആയിരിക്കാം ഇതിൽ വില്ലൻ കേൾക്കുന്നുണ്ട്. നോ ക്രഞ്ച് എന്നാണ് മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൊക്കെ പുറത്തു വിട്ടത്. അതായത് ഇനി പഴയ പോലെ ക്രിഞ്ച് പരിപാടിയൊക്കെ അദ്ദേഹം വിട്ടു. കുറച്ചും കൂടി ടൈറ്റിൽ ലുക്ക് കണ്ടിട്ട് പക്ക ഒരു ആക്ഷൻ പടമൊക്കെ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും നന്നാവട്ടെ തീരുമാനിക്കുന്നത്. 2025 റിലീസൊക്കെ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ. വലിയ ക്യാൻവാസിൽ വരുന്ന വലിയ ബഡ്ജറ്റിൽ വരുന്ന ഒരു പടം തന്നെയാണ് ബാ എന്ന് പറയുന്ന ചിത്രം. നമുക്ക് മൂന്നാമത്തെ അപ്ഡേറ്റ് നോക്കാച്ചെങ്കിൽ പൃഥ്വിരാജ് സുകുമാരൻ, അതുപോലെ തന്നെ SS രാജമൗലി, മഹേഷ് ബാബു ഒക്കെ കൂടുതൽ ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ്. പേര് ഇതിന് പുറത്തു വിട്ടില്ല. അപ്പോൾ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഒഡീസയിലാണ് ഫസ്റ്റത്തെ ലൊക്കേഷനൊക്കെ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 5 ദിവസമാണ് ഒഡീഷയിലെ ലൊക്കേഷനൊക്കെ ഉള്ളത്. പൃഥ്വിരാജ് സുകുമാരൻ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ക്ലീഷേ പഠിച്ചിട്ടാണ് ലുക്കിൽ വരാൻ വേണ്ടി പോകുന്നത്. ഒരു വില്ലനാണ് കേൾക്കപ്പെടുന്നത്. ഒരു ലുക്കും മഹേഷ് ബാബുവിന് കൂടെ നിൽക്കുന്ന സ്റ്റിൽസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും ഒരുപാട് പ്രതീക്ഷയുടെ വലിയ ബഡ്ജറ്റിൽ വരുന്ന ചിത്രം തന്നെയാണ്. പ്രധാനമായിട്ടും കാടുകളാണ് ഈ ലൊക്കേഷനൊക്കെ കേൾക്കപ്പെടുന്നുണ്ട്. ഒരു 2 വർഷത്തിലേറെയാണ് ഇതിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും 2027 ആയിരിക്കും റിലീസ് ഉണ്ടാവുമെന്നൊക്കെ കേൾക്കപ്പെടുന്നു. എന്തായാലും ചിത്രം നന്നാവട്ടെ. എന്തായാലും പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന നടൻ്റെ ലുക്കും കണ്ടിട്ട് മഹേഷ് ബാബു കുറച്ച് പ്രേക്ഷർക്കും എന്ന് തോന്നുന്നുണ്ട്. മറ്റൊരു അപ്ഡേറ്റ്, ദുൽഖറിൻ്റെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന തമിഴ് മൂവിയാണ് കാന്ത എന്ന ചിത്രം. ദുൽഖറിനെ കൂടാതെ റാണ റഘുപതി, അതുപോലെ തന്നെ ഭാഗ്യശ്രീ ബറോസാണ് ഇതിൽ ഒരു നായിക കഥാപാത്രമായി വരാൻ വേണ്ടി പോകുന്നത്. അവരുടെ സ്റ്റിൽസും പോസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു നാടൻ ലുക്കിലൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത് തോന്നുന്നു. കാന്തയെക്കുറിച്ച് പറയുമ്പോൾ പഴയ കാലഘട്ടം ഒക്കെ ആയിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. ക്രൈം ത്രില്ലറാണ് എന്ന് കേൾക്കപ്പെടുന്നുണ്ട്. മദ്രാസ് ബേസ് ചെയ്തിട്ടാണ് വരാൻ വേണ്ടി പോകുന്നതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയേറെ അപ്ഡേറ്റാണ് നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതിലേത് അപ്ഡേറ്റാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റു ചിത്രത്തിൻ്റെ അപ്ഡേറ്റുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ.